2018 തൃശ്ശൂർ ജില്ലയിൽ എൻ്റെ നാട്ടിൽ കുറാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പുലർച്ചയിൽ വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ട് ഒരു മല പൊട്ടി വരികയാണ്. അങ്ങനെ ഒരു ഉരുൾപൊട്ടിയ ഒരു ദിവസം ഇന്നും എൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ 2018 മുതൽ കേരളത്തിന് വലിയ ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറാഞ്ചേരിയിൽ അന്ന് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളടക്കം 19 മരണമാണ് അന്ന് സംഭവിച്ചത്. ആ ഒരു വേർപാടിൽ നിൽക്കുമ്പോൾ വീണ്ടും പ്രകൃതിക്ക് വലിയ വലിയ ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അർജുനെ കാണാതായ ആ ഒരു ടൈമിലാണ് വീണ്ടും നമ്മൾ വയനാട് ഉരുൾപൊട്ടിയ ഈ ഒരു സംഭവം. ശരിക്ക് മനസ്സ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിന് മാത്രമല്ല, ഭൂമി പ്രകൃതിക്ക് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചൂടാണെങ്കിൽ ചൂട്, ഒടുക്കത്തെ ചൂട്, വേനൽ ചൂട്. ആ ഒരു ചൂട് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് 4 മഴ പെയ്തോട്ടെ എന്ന് മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ മഴ പെയ്തപ്പോൾ വല്ലാത്തൊരു മഴ, ഭൂമിയെ പിളർക്കുന്ന രീതിയിലുള്ള ഒരു മഴയും. അതുപോലെ തന്നെ എവിടേക്കാണ് മനുഷ്യൻ പോവുക? സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ പോവുക? എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് വെച്ച് ഓരോ കൂര വെച്ച് താമസിക്കുക, കുട്ടിയും കുടുംബങ്ങളുമായി ഓരോ സ്വപ്നങ്ങളും നെയ്ത് വാർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാർ എങ്ങോട്ട് പോവും? ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് എവിടേക്കൊക്കെ മാറി നിൽക്കാൻ കഴിയും? എന്തൊക്കെ അലർട്ട് കൊടുത്തിട്ടും എന്തൊക്കെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും മനുഷ്യന് മാറി നിൽക്കാൻ ഇടങ്ങളില്ല. ജീവിക്കാൻ പാർപ്പിടങ്ങളില്ലാതെ ഇരിക്കുന്ന അവസ്ഥകളാണ്. എല്ലാ സ്വപ്നങ്ങളും തകർത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രകൃതി നമുക്ക് വികൃതിയായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ചെയ്തിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും പൊട്ടപ്രവർത്തനങ്ങളുടെയും ഫലം തന്നെയാണ് ഈ ഉരുൾപൊട്ടലും ഈ വെള്ളപ്പൊക്കവും ഭൂകമ്പവുങ്ങളെല്ലാം. നമ്മളത് മനസ്സിലാക്കാൻ വൈകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇപ്പോഴത്തെ സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും ഒന്നായി ഈ ഉരുൾപൊട്ടിയ ഈ ഒരു സംഭവത്തിനും ഓരോ ദുരിതങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും ഒരു കാര്യമേ എനിക്ക് നമ്മുടെ വീഡിയോയിലൂടെ പറയാനുള്ളൂ. പരമാവധി ശ്രദ്ധിക്കുക. വെള്ളമുള്ളവിടേക്ക്, വെള്ളപ്പൊക്കമുള്ളവിടേക്കൊന്നും കുട്ടികളെ പറഞ്ഞു വിടാതെ നോക്കുക. പരമാവധി യാത്രകൾ ഒഴിവാക്കുക. വീടുകളിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ഉരുൾപൊട്ടും എന്നുള്ള സാഹചര്യങ്ങളുള്ള മലപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. പരമാവധി വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കാൻ നോക്കിയൊക്കെ കുറച്ച് നാളെങ്കിലും വല്ല ബന്ധുവീടുകളിലേക്കും പോകാൻ നോക്കുക. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ. പരമാവധി നമ്മൾ തന്നെ നമ്മുടെ സ്വയം രക്ഷകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് പറയുന്ന റൂളുകൾക്കൊപ്പം തന്നെ ഗവൺമെൻറ്റുകൾ പറയുന്ന കൺട്രോൾ റൂമുകളൊക്കെ നമ്മൾ തന്നെ സേവ് ചെയ്ത് വയ്ക്കുക. എപ്പോഴും നമ്മളെപ്പോഴും അലർട്ടായിരിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ സിനിമാ പ്രവർത്തകരായ മമ്മൂട്ടി, മോഹൻലാലൊക്കെ അവരുടെ ഒഫീഷ്യൽ പേജുകളിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ കൂടുതലും വാർത്തകൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സിനിമ ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒഫീഷ്യൽ പേജുകളിലൂടെ കൊടുത്തിട്ടുള്ള കൺട്രോൾ റൂമുകളും അതാത് സ്ഥലങ്ങളുടെ നമ്പറുകളൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ മൊബൈലുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്കൊരു അത്യാഹിതം വരിക, എപ്പോഴാണ് നമുക്ക് വിളിക്കേണ്ടത് വരിക എന്നുള്ളത് നമ്മളെപ്പോഴും അലർട്ടായിക്കൊണ്ടിരിക്കുക. വളരെയധികം ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് നമ്മുടെ വീഡിയോകളിലൂടെ പറയാനുള്ളൂ. ഇനിയും ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നുമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇത്രയും കാലം നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ദുരിതങ്ങൾ ഉണ്ടായപ്പോഴും നമ്മളെല്ലാവരും ഒരു ഐക്യത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് ഇനി കാണാൻ ഇടയാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു.